നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂരിൻ്റെ സുനിലേട്ടനൊപ്പമാണ്. രാവിലെ തന്നെ സുനിൽകുമാർ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിരാവിലെ തുടങ്ങുമോ? അതിരാവിലെ 6:30 മണി, ചില ദിവസങ്ങളിൽ 5 മണി. അത് നമ്മൾ ഈ കടപ്പുറത്തും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാനും മാർക്കറ്റുകളിലേക്ക് പോകണമെങ്കിൽ 6 മണിക്ക് മുമ്പൊക്കെ പോകേണ്ടി വരും. അപ്പോൾ ആ സ്ഥലത്തൊക്കെ പോയി ഇപ്പം ഇന്നിപ്പോൾ 7:30 മണിക്ക് ഞങ്ങളുടെ പര്യടന പരിപാടി ആരംഭിക്കാൻ പോവാണ്. അപ്പം നിങ്ങൾക്ക് വേണ്ടി ഒരു 10-15 മിനിറ്റ് നമ്മൾ സ്പെയർ ചെയ്തിട്ട്. താങ്ക് യു അതിനുള്ള പ്രത്യേക നന്ദി. നമ്മൾ ആദ്യം സുനിൽകുമാറിന്റെ വീട്ടിൽ പോകുന്ന സമയത്ത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് പ്രചരണം തുടങ്ങുന്നതിന് തലേ ദിവസമാണ് ഞാൻ ഓർമ്മിക്കുന്നത്. അന്ന് അമ്മയുടെ കയ്യിൽ നിന്നുള്ള കട്ടൻ ചായ ആയിരുന്നു നമ്മൾ കുടിച്ചത്. ഇന്ന് നമുക്ക് ഇവിടുന്ന് ഒരു ചായ കുടിക്കാം. പക്ഷേ അതിന് മുൻപ് അറിയേണ്ടത്, ഇപ്പോൾ പ്രചരണം അതിൻ്റെ ഒരു 3ാമത്തെ ലാപ്പിലേക്ക് എത്തി. ഇനി 3 ആഴ്ചയെ ബാക്കിയുള്ളൂ. എന്താണ് ആദ്യത്തെ അതേ ആത്മവിശ്വാസമുണ്ടോ? ആത്മവിശ്വാസം ഇരട്ടിച്ചോ? കെ മുരളീധരന്റെ വരവോടുകൂടി കടുത്ത മത്സരം എന്ന പ്രതീതിയോ? അല്ല, ഞങ്ങളുടെ ആത്മവിശ്വാസം വലിയ തോതിൽ ഇരട്ടിക്കാനുണ്ടായത്. ഇപ്പം ഞാനിപ്പോൾ 4 റൗണ്ട് എൻ്റെ പര്യടന പരിപാടികൾ, പല രീതിയിലുള്ള പര്യടന പരിപാടി പൂർത്തീകരിച്ചു. അതിൽ ഓപ്പൺ പിന്നെ ജീപ്പിലുള്ള പര്യടന പരിപാടി 1 റൗണ്ട് എല്ലാ മണ്ഡലത്തിലും പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ 2ാം ഘട്ട പരിപാടി ഇന്ന് പുതുക്കാട് മണ്ഡലത്തിൽ നമ്മളിപ്പോൾ ആരംഭിക്കാൻ പോവാണ്. അപ്പോൾ അത് 7 ദിവസം കൂടി ഉണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും. ആ പരിപാടികളെല്ലാം എനിക്കുണ്ടായിട്ടുള്ളത്, ഞങ്ങൾക്ക് മുന്നണിക്കുണ്ടായിട്ടുള്ളത് ഞങ്ങൾക്ക് തുടങ്ങുമ്പോഴുണ്ടായതിനേക്കാളും വലിയ ആത്മവിശ്വാസമാണ് ഇപ്പോൾ ഓരോ ഘട്ടം കഴിയുമ്പോഴും നമുക്കുണ്ടായിക്കൊണ്ട്. ഇതിനോട് അല്പസമയം മുമ്പ് കെ മുരളീധരൻ പറഞ്ഞത്, ഈ തെരഞ്ഞെടുപ്പിൽ 3ാം സ്ഥാനത്തേക്ക് BJP പോകുമെന്ന നിലപാട് ആവർത്തിക്കുമ്പോഴും കരുവന്നൂർ വിഷയത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു ഡീൽ താൻ ഭയക്കുന്നുവെന്നാണ്. അല്ല, പിന്നെ UDF-ഉം BJP-യും തമ്മിൽ 2ാം സ്ഥാനത്താണോ 3ാം സ്ഥാനത്താണോ എന്നുള്ള മത്സരം എനിക്കറിയില്ല. എന്തായാലും ഞങ്ങൾ 1ാം സ്ഥാനത്തേക്കാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. ഞങ്ങൾ 1ാം സ്ഥാനത്തേക്ക് ആവും ചെയ്യും. പിന്നെ ഡീല് ചെയ്ത് പരിചയമുള്ളവർക്കൊക്കെ ഡീല് മണക്കും. ഞങ്ങളങ്ങനെ ഡീല് ചെയ്യുന്ന ആൾക്കാരല്ല. ഞങ്ങൾ സ്ട്രെയിറ്റ് ഫോർവേഡാണ്. സത്യം ജനങ്ങളോട് പറയുക, ജനങ്ങൾ ഞങ്ങൾ അംഗീകരിക്കുക എന്നുള്ളതാണ്. അതിനിടയിൽ നമുക്ക് ബാക്ക് ഡോർ പരിപാടികളൊന്നും LDF-നും ഇല്ല, വ്യക്തിപരമായിട്ട് എനിക്കും ഇല്ലാത്ത ആളാണ്. അത് ഈ നാട്ടിലെ ജനങ്ങൾക്കൊക്കെ അറിയാം. പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, CPI CPM എന്നൊക്കെ പറഞ്ഞാൽ ഇത്തരം ഡീലുകളൊന്നും ചെയ്യുന്നവരല്ല എന്നുള്ളതും സമൂഹത്തിന് അറിയാവുന്നതാണ്. പിന്നെ അതൊക്കെ ഒരുതരം പൊളിറ്റിക്കൽ ഗിമ്മിക്കുകളാണ്. അതായത് തങ്ങൾക്ക് ഉണ്ടാവുന്ന പരാജയങ്ങളും തിരിച്ചടികളും ഇത്തരത്തിലുള്ള ചില സ്റ്റേറ്റ്മെന്റുകളിലൂടെ ഡീലിനെ കുറിച്ച് പറയുന്നത് പരാജയം മണത്തിട്ടാണോ എന്നതാണോ? സംശയമില്ലാത്ത കാര്യമല്ലേ? അല്ലെങ്കിൽ എന്തിനാണ് ഡീലിന്റെ കാര്യം പറയേണ്ട കാര്യം എന്താണ്? നമ്മളിപ്പോൾ ഡീല് എന്നൊക്കെ പറഞ്ഞ് ഈ കാര്യം ചർച്ച തിരിച്ചുവിടേണ്ട കാര്യമുണ്ട്. അതായത് കരുവന്നൂരിൽ ഒരു അറസ്റ്റ് നടക്കില്ലെന്നും ആ അറസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ഉണ്ടാകും എന്നൊക്കെയാണ് കെ മുരളീധരൻ പറഞ്ഞത്. പക്ഷെ എനിക്കറിയേണ്ട ഒരു പ്രധാന ED-യുടെ ചോദ്യമുനയിലേക്ക് പോകുന്നു. ഒരു അറസ്റ്റ്, ഒരു നാടകം പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, അത് എന്ത് വേണമെങ്കിലും ED-ക്ക് ചെയ്യാലോ. അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ, ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം അറസ്റ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ BJP ഇതെല്ലാം ഇതിനപ്പുറത്തും ചെയ്യുമെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്തൊക്കെ ചെയ്താലും ശരി. ഇനിയിപ്പോൾ ഇത്തരമൊരു സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമല്ലല്ലോ തെരഞ്ഞെടുപ്പിന്റെ വിഷയം എന്ന് പറയുന്നത്. കേരളത്തിൽ 263 ബാങ്കുകളിൽ ക്രമക്കേടുള്ളതായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ കണ്ടുപിടിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഗവൺമെന്റ് തന്നെ. അതില് 80% ബാങ്കുകൾ UDF ഭരിക്കുന്ന ബാങ്കുകളാണ്. 7 ബാങ്കുകൾ BJP ഭരിക്കുന്ന ബാങ്കുകളാണ്. ആ ബാങ്കുകളിലൊന്നും കാണാത്ത, അല്ലെങ്കിൽ അതിനെ വ്യത്യസ്തമായ ഒരു ക്രമക്കേട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അല്ല ക്രമക്കേട് ഉണ്ടെങ്കിൽ ആ ക്രമക്കേട് പരിഹരിക്കാൻ പർവ്വതീകരിച്ചുകൊണ്ട് ഒരു പ്രത്യേക രീതിയിൽ അവരതിന് ഒരു ശ്രമം നടത്തുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള യഥാർത്ഥ പ്രതികളുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യം ചെയ്യുന്നതിലും ഇന്നിപ്പോ എനിക്ക് തോന്നുന്നു നിർത്താതെ നടക്കാനുള്ള സമയമാണ് ഇനി അങ്ങോട്ട്. 5 മിനിറ്റ്സ് ഫ്രീ ആക്കാം. അതുകൊണ്ട് വിത്തൗട്ട് അല്ലല്ലോ, ഒരു വിത്തൗട്ടും ഒരു വിത്തും. അപ്പൊ അതുകൊണ്ട് ഇതില് ഈ കരുവന്നൂർ വിഷയം എന്ന് പറഞ്ഞിട്ട് ഈ കേരളത്തിന്റെ ഇന്ത്യയിൽ നടക്കുന്ന ലോക്സഭാ ഇലക്ഷന്റെ ഒരു മണ്ഡലത്തിൽ വന്ന് അവിടുത്തെ ഒരു പ്രത്യേക പ്രശ്നം മാത്രം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളെ പറ്റി സംസാരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. ഇവിടെ ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ടിനെ പറ്റി എന്തുകൊണ്ടാണ് സംസാരിക്കാത്തത്? ആന ചോരുന്നത് കാണാതെ ഇത്തരം കാര്യങ്ങൾ, പ്രാദേശികമായ വിഷയങ്ങളെ പറ്റി മാത്രം പറയാണ്. ഇലക്ട്രൽ ബോണ്ട് പോലെയുള്ള 10,000-കണക്കിന് കോടി രൂപ ക്രമക്കേടല്ല, കറപ്ഷനാണ്. ഇറ്റ് ഈസ് എ പൊളിറ്റിക്കൽ കറപ്ഷൻ. ആ കറപ്ഷൻ നടത്തിയതിനെ പറ്റി ED-ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പോൾ അത്തരം കാര്യങ്ങൾ രാജ്യത്ത് ചർച്ച ചെയ്യണ്ടേ?
നമ്മുടെ രാജ്യവുമായി പിന്നെ ഡീസലിന്റെ വിലയെ സംബന്ധിച്ച് ചർച്ച ചെയ്യണ്ടേ, കുക്കിംഗ് ഗ്യാസിന്റെ വിലയെ സംബന്ധിച്ച് ചർച്ച ചെയ്യണ്ടേ, 440 രൂപ വിലയുണ്ടായിരുന്ന കുക്കിംഗ് ഗ്യാസിന് 1060 രൂപയായിട്ട് വർദ്ധിച്ചതിനെ പറ്റി ചർച്ച ചെയ്യണ്ടേ, 64 രൂപ ഉണ്ടായിരുന്ന പെട്രോളിന് 108 രൂപയായിട്ട് വർദ്ധിച്ചത് ഇവിടെ ചർച്ച ചെയ്യണ്ടേ. അപ്പം അത്തരം ചർച്ചകളെ സംബന്ധിച്ച് ജനങ്ങൾക്കുണ്ടാകുന്ന അവരുടെ അഭിപ്രായങ്ങൾ വരാതിരിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള പ്രാദേശികമായ വിഷയങ്ങൾ മാത്രം ഏറ്റെടുത്തുകൊണ്ട് പോകുമ്പോൾ നിങ്ങൾ മീഡിയ പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതൊരു ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ജനങ്ങളുടെ ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ നിങ്ങളാണ്. ഈ പിന്നെ വെസ്റ്റഡ് ഇൻട്രസ്റ്റുള്ള പൊളിറ്റീഷ്യൻസ് പലതും പറഞ്ഞു വരും. നിങ്ങൾ മീഡിയ പ്രവർത്തകരാണ് ജനങ്ങളെ ശരിയായ രീതിയിലേക്ക് ചർച്ചയിലേക്ക് കൊണ്ടുപോകുന്നത്. എന്തുകൊണ്ട് നിങ്ങളത് ചെയ്യുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നു. ആ വിമർശനം നമ്മൾ ഉൾക്കൊള്ളുന്നു. പക്ഷേ അപ്പോഴും നോക്കൂ, തൃശ്ശൂരിലെ CPM ജില്ലാ സെക്രട്ടറിക്കെതിരെ PK ബിജുവിനെതിരെ ED നോട്ടീസ് കൊടുത്ത് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ അതൊരു വാർത്ത തലക്കെട്ടായി നിൽക്കുന്നത് സ്വാഭാവികമാണ്. അതിനെ പ്രതിരോധിക്കാൻ CPM ഇടതുപക്ഷം ശ്രമിക്കുന്നുണ്ട്, അതും മനസ്സിലാവുന്നുണ്ട്. കേരളം മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.